ഇപ്പം ഇതുവരെ നമ്മൾ വിവരിച്ചത് ജംആക്കി നിസ്കരിക്കുന്നതിനെ പറ്റിയാണ്. എന്നാൽ ജംഇനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കസർ നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചെങ്കിലും അത് കൂടുതൽ വിശദീകരിച്ചില്ല. അപ്പോൾ കസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ചുരുക്കുക എന്നാണ്. ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 റക്അത്ത് ഉള്ള നിസ്കാരങ്ങൾ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കാം. സുബ്ഹി നിസ്കാരത്തെ കസറാക്കാൻ പറ്റില്ല, മഗ്രിബിനെയും കസറാക്കാൻ പറ്റില്ല. പിന്നെ ളുഹറിനെയും അസ്റിനെയും ഇഷായിനെയുമാണ് കസറാക്കാം. അത് ജമ്മിനോടൊപ്പം തന്നെ കസറാക്കാം കേട്ടോ. ജമ്മും കസറും ഒരുമിച്ചാക്കാം. ജമ്മു മാത്രമാക്കാം. ജമ്മു മാത്രമാക്കുമ്പോൾ അവിടെ 4 റക്അത്ത് ളുഹർ, 4 റക്അത്ത് അസ്ർ, 3 റക്അത്ത് മഗ്രിബ്, 4 റക്അത്ത് ഇഷ. പിന്നെ കസർ മാത്രമാക്കുമ്പോൾ അതാതിൻ്റെ സമയത്ത് ഈ പറഞ്ഞ 3 നിസ്കാരങ്ങൾ ളുഹറും അസ്റും ഇഷാവും ഈ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ ളുഹറിൻ്റെ സമയത്ത് ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക കസറാക്കി, അസ്റിൻ്റെ സമയത്ത് അസ്ർ കസറാക്കി നിസ്കരിക്കുക 2 റക്അത്ത്, ഇഷായിൻ്റെ സമയത്ത് ഇഷ 2 റക്അത്ത് കസറാക്കി നിസ്കരിക്കാം. ഓക്കെ, ഇതാണ് കസർ. ഇനി രണ്ടും ഒരുമിച്ചാക്കാം, ജമ്മും കസറും ഒരുമിച്ചാക്കാം. അപ്പോൾ ഈ പറഞ്ഞവർ 2 നിസ്കാരങ്ങളെ ഒരുമിച്ച് നിസ്കരിക്കുക, ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ ജമ്മും കസറും ഒരുമിച്ചും ആക്കാം, സെപ്പറേറ്റും ആക്കാം, ഒക്കെ ആക്കാം. എന്നാൽ എന്താണ് കസർ ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കുറേ പോയിന്റുകളുണ്ട്. കസറാക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധന ഒന്ന്, യാത്ര ദീർഘയാത്രയായിരിക്കണം, അഥവാ 132 കിലോമീറ്റർ. 2 മർഹല എന്ന് പറയാം. 2 മർഹല എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ ദൈർഘ്യമുള്ളിടത്തേക്കായിരിക്കണം യാത്ര പുറപ്പെടേണ്ടത്. പിന്നെ ഉദ്ദിഷ്ട സ്ഥലം അറിഞ്ഞിരിക്കുക. എത്തുന്നിടത്ത് എത്തട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായിട്ട് യാത്ര ചെയ്താൽ പറ്റില്ല. ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഇന്ന സ്ഥലത്തേക്ക് എന്ന ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം ഉണ്ടാകുമ്പോഴേ ഉദ്ദിഷ്ട ലക്ഷ്യ സ്ഥലത്തേക്കുള്ള യാത്രയാവാം. അങ്ങനെ ആവുമ്പോഴേ അവിടെ കസറാക്കൽ അനുവദിക്കപ്പെടുകയുള്ളൂ. ലക്ഷ്യമില്ലാതെ എത്ര കിലോമീറ്റർ താണ്ടിയാലും യാത്ര ചെയ്താലും അത് പിന്നെ കസർ അനുവദിക്കപ്പെടില്ല. കുറ്റകരമല്ലാത്ത യാത്രയായിരിക്കണം. കുറ്റകരമല്ലാത്ത യാത്ര, ഹറാമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ ആ യാത്രയിൽ കസറാക്കാൻ പാടുള്ളതല്ല. പിന്നെ കസറാക്കി നിസ്കരിക്കുന്ന വ്യക്തികൾ പൂർത്തിയായി നിസ്കരിക്കുന്ന ആളുകളോട് തുടരാതിരിക്കണം. അവരോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ പൂർത്തിയായിട്ട് നിസ്കരിക്കുന്ന ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കസറാക്കുന്ന ആളുകൾക്ക് ആ ജമാഅത്തിനോട് പങ്കെടുക്കാൻ പാടില്ല. ജമ്മാക്കുന്നവർക്ക് പറ്റും, കസറാക്കുന്നവർക്ക് പറ്റില്ല.